നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബർ 22-ാം തീയതിയാണിന്ന്, തിങ്കളാഴ്ച, ധനു 7-ാം തീയതി. ഈ മണിക്കൂറിലെ ഈ പ്രഭാതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകളുമായി 100 ന്യൂസ് തുടങ്ങുന്നു. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപെടലുകളിൽ വിശദമായ അന്വേഷണം നടത്താൻ SIT. അന്വേഷണ സംഘത്തിന്റെ നീക്കം CEO പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റിനു പിന്നാലെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിക്കും ജുവലറി ഉടമ ഗോവർദ്ധനും സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പങ്കുണ്ടെന്ന് വിലയിരുത്തൽ. വിജിലൻസ് കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണത്തിനിടെ നടപടി സംബന്ധിച്ച് സർക്കാർ തീരുമാനം ഇന്നുണ്ടായേക്കും. ഗുരുതര കണ്ടെത്തലുകൾ ഉള്ള വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പ് തുടർ നടപടിയെടുത്തിരുന്നില്ല. വിജിലൻസ് ഡയറക്ടറുടെ നടപടി ശുപാർശ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരുന്നു. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് പദവിയിലെ നിയമനം റദ്ദാക്കിയ കേരള സർവകലാശാലയിലെ BJP സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ പ്രതിഷേധിക്കാൻ SFI. ഡോക്ടർ TG വിനോദ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് SFI ഇന്ന് ലോക് ഭവൻ മാർച്ച് നടത്തും. വയനാട് പുൽപ്പള്ളി ദേവർഗദ്ദ മേഖലയിൽ ഇറങ്ങിയ നരഭൂജി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടും. ഇന്നലെ വൈകിട്ട് വീണ്ടും ജനവാസ മേഖലയിൽ കടുവ എത്തി. കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. ബംഗ്ലാദേശ് ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്നു. സാഹചര്യങ്ങൾ മോശമായതിനെ തുടർന്ന് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. തീരുമാനം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ശക്തമായ ആശങ്ക അറിയിച്ചതിനു പിന്നാലെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യം പിടിമുറുക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഡൽഹിയിൽ കുറഞ്ഞ അന്തരീക്ഷ താപനില 6 ഡിഗ്രി സെൽഷ്യസിനും 11 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വരുന്ന ശനിയാഴ്ച വരെ ശൈത്യ തരംഗ സാധ്യതയില്ലെന്നും പ്രവചനം. കേരളത്തിലെ പ്രധാന വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം നഗരസഭയിലെ BJP മേയർ സ്ഥാനാർത്ഥിയെ ഈ മാസം 24-ന് മുൻപ് പ്രഖ്യാപിക്കും. പ്രഖ്യാപനം BJP കോർ കമ്മിറ്റി യോഗം ചേർന്നതിനു ശേഷം. സാധ്യതാ പട്ടികയിൽ VV രാജേഷ്, R ശ്രീലേഖ, കരമന അജിത്, VG ഗിരികുമാർ എന്നിവർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ CPIM. RP ശിവജി മേയർ സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്കു കാരണം സംഘടനാ വീഴ്ചയെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. ചുമതലപ്പെടുത്തിയവർ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. പല വാർഡുകളും ജയിച്ചെന്ന പ്രതീതിയുണ്ടാക്കി പ്രവർത്തനം ഉഴപ്പിയെന്നും വിമർശനം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഇന്ന് UDF ഹർത്താൽ. CPIM മുസ്ലിം ലീഗ് സംഘർഷത്തിനിടെ ലീഗ് ഓഫീസിനു നേരെ കല്ലേറുണ്ടായതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. കോഴിക്കോട് വടകരയിൽ കൊലവിളി മുദ്രാവാക്യവുമായി SDPI. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കയ്യും കാലും വെട്ടുമെന്നും കൊല്ലുമെന്നും ഭീഷണി. വടകര പോലീസിൽ പരാതി നൽകി ലീഗ് നേതൃത്വം. കൊല്ലം ഇരവിപുരത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി SIയെ ഭീഷണിപ്പെടുത്തിയതിന് CPIM നേതാവിനെതിരെ കേസ്. കൊല്ലം കോർപ്പറേഷൻ മുൻ കൌൺസിലർ സജീവിനെതിരെയാണ് കേസെടുത്തത്. SIയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് FIR. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഇന്ന് എല്ലാ ജില്ലകളിലെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് LDF പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ആവശ്യത്തിന് ഫണ്ടുകൾ അനുവദിക്കണമെന്നും 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തി തൊഴിലുറപ്പ് പദ്ധതിയെ ശക്തിപ്പെടുത്തണമെന്നും ആവശ്യം. ശബരിമലയിൽ മണ്ഡലപൂജ ഈ മാസം 27-ന് രാവിലെ 10:10-നും 11:30-നും ഇടയിൽ നടക്കും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര മറ്റന്നാൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. മേലില ഗ്രാമപഞ്ചായത്ത് മയിലാടുംപാറ 7-ാം വാർഡിൽ നിന്ന് വിജയിച്ച UDF അംഗം T അജിത് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. T അജിത് കുമാറിന്റെ വിജയം 70 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. മേലില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് T അജിത് കുമാർ. ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി സ്മാരക സംസ്ഥാന ഇന്റർ കോളേജ് അറബി പ്രഭാഷണ മത്സരത്തിൽ കാട്ടിലങ്ങാടി PMSA വാഫി കോളേജിന് 1-ാം സ്ഥാനം. വിദ്യാർത്ഥി മുഹമ്മദ് നഫ്ഹാൻ ട്രോഫിയും 20,000 രൂപ ക്യാഷ് അവാർഡും നേടി. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KP താഹിറിനെ തെരഞ്ഞെടുത്തു.
കോർപ്പറേഷൻ കൗൺസിൽ പാർട്ടി യോഗത്തിൽ താഹിറിന്റെ പേര് പ്രഖ്യാപിച്ചത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് 4 വാർഡുകളിൽ നിരോധനാജ്ഞ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. കൊല്ലം രാജാത്തോട്ടം റോസ്മല മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പുലർച്ചെയോടെ കൃഷിയിടത്തിൽ നിന്നും കാട്ടാനക്കൂട്ടം തിരികെ കാടുകയറി. പ്രദേശത്ത് വ്യാപക കൃഷിനാശം. കണ്ണൂർ പാനൂർ നഗരസഭയിൽ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ നിയുക്ത കൗൺസിലർമാർക്ക് നൽകിയ ലഘുലേഖയെ ചൊല്ലി വിവാദം. തർക്കം കെ എ ചന്ദ്രൻ ഒപ്പിട്ടു നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്ന ലഘുലേഖ വിതരണം ചെയ്തത്. മലപ്പുറത്ത് പരിചയം നടിച്ച് വിദ്യാർത്ഥിനിയെ ബൈക്കിൽ കയറ്റി ലൈംഗികാതിക്രമം. പുൽപ്പറ്റ സ്വദേശി അബ്ദുൾ ഗഫൂർ പോലീസിന്റെ പിടിയിലായി. പ്രതിയെ പിടികൂടിയത് CCTV കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ. ജപ്പാൻ ജ്വര പ്രതിരോധത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ജനുവരി മുതൽ വാക്സിനേഷൻ ആരംഭിക്കും. ജൻവാക്ക് എന്ന പേരിലുള്ള വാക്സിനേഷൻ 1 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകും. വാക്സിനേഷൻ നടപ്പാക്കുന്നത് സ്കൂളുകളും അങ്കണവാടികളും കേന്ദ്രീകരിച്ച്. പാലക്കാട് കോട്ട മൈതാനത്തെ ഓയ്സ്ക ചിൽഡ്രൻസ് പാർക്കിലെ ശൌചാലയം പുതുക്കി പണിത് MA പ്ലൈ ഫൗണ്ടേഷൻ. പാർക്കിലെ വാട്ടർ ടാങ്ക്, പ്ലംബിംഗ്, ടൈലിംഗ്, സെപ്റ്റിക് ടാങ്ക് തുടങ്ങിയവ പുതുക്കി പണിതു. ബഡ് സ്കൂൾ പാലക്കാട് ജില്ലാതല കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ആലത്തൂർ ബഡ് സ്കൂൾ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബഡ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായി പറളി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല കായിക മത്സരത്തിലാണ് ആലത്തൂർ മുന്നിലെത്തിയത്. പാലക്കാട് ഫുഡ് റണ്ണേഴ്സ് ക്ലബ് പാലക്കാട് ജനുവരി 11 നടത്തുന്ന റബ്ഫില പാലക്കാട് മാരത്തണിന്റെ പ്രചാരണ ഓട്ടം നടന്നു. കോട്ട മൈതാനത്തു നിന്ന് ആരംഭിച്ച പ്രമോ റൺ റബ്ഫില മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. 200ഓളം താരങ്ങൾ പങ്കെടുത്തു. തിരുവനന്തപുരം നെടുമങ്ങാട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. മരിച്ചത് നെടുമങ്ങാട് അഴീക്കോട് മരുതനകം സ്വദേശി നവാസ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ ആദ്യ ഭരണസമിതി യോഗം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ നടന്നു. മുതിർന്ന ജനപ്രതിനിധി രാമപ്പ മഞ്ചേശ്വര അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ാം തീയതി. തിരുവനന്തപുരം കാരക്കോണം PPMHSലെ 1980 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. പാറശാല MLA CK ഹരീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. MLAയും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് അധ്യാപകർക്ക് ആദരം. കാർഷിക സർവകലാശാലയും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള അഗ്രോ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് 2025 ഇന്ന് വെള്ളായണിയിൽ ആരംഭിക്കും. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ VK രാമചന്ദ്രൻ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷൻ സജ്ജമാക്കിയ ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറങ്ങുന്നു. നാളെ മന്ത്രി MB രാജേഷ് ക്ലൂ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആപ്പിലൂടെ യാത്രക്കാർക്ക് അവരുടെ ലൊക്കേഷന് തൊട്ടടുത്തുള്ള ശുചിമുറികൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ എളുപ്പം കണ്ടെത്താൻ സാധിക്കും. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ആധാരമാക്കി ദീപൻ ശിവരാമൻ ഒരുക്കിയ ദൃശ്യാവിഷ്കാരം ഈ മാസം 27 മുതൽ 30 വരെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ അരങ്ങേറും. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. മന്നത്ത് പത്മനാഭന്റെ സത്യസന്ധതയും പ്രവൃത്തിയും പുതുതലമുറയും ജനപ്രതിനിധികളും പാഠമാക്കണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കൊല്ലം ആവണീശ്വരം സന്മാർഗദർശിനി NSS കരയോഗത്തിന്റെ നവതി ആഘോഷവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊല്ലത്ത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് ആരാധനാലയങ്ങളിൽ വായിക്കുന്നതിനായി ആശംസാ കാർഡുകൾ തയ്യാറാക്കി. കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിൽ ആശംസാ കാർഡുകൾ ഏറ്റുവാങ്ങി. കൊല്ലം കല്ലടയാറ്റിൽ വെള്ളം കുറഞ്ഞതോടെ തെന്മലയിൽ ജല അതോറിറ്റിയുടെ ജലവിതരണം പൂർണ്ണമായും നിലച്ചു. കല്ലട അണക്കെട്ടിനു താഴെ പുഴയിൽ കിണർ നിർമ്മിച്ച് കരയിൽ പമ്പ് ഹൌസ് സ്ഥാപിച്ചുള്ള ജലവിതരണമാണ് 2 ആഴ്ചയായി നിലച്ചത്. സ്കൂട്ടറിൽ ചുറ്റി നടന്ന് ഹെറോയിനും കഞ്ചാവും വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാനക്കാരനെ പെരുമ്പാവൂരിൽ പിടികൂടി. അസം സ്വദേശി ഷറഫുൽ ഇസ്ലാമിനെ പിടികൂടിയത് പെരുമ്പാവൂർ ASP ഹാർത്തിക് മീണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ഭാഗമായി എറണാകുളം മഹാരാജാസ് കോളേജിൽ പുസ്തകോത്സവം. ഈ മാസം 24 വരെ നടക്കുന്ന പുസ്തകോത്സവത്തിൽ നിരവധി പ്രസാധകർ പങ്കെടുക്കും. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് വൈദ്യുത നക്ഷത്ര വിളക്കുകളും ദീപാലങ്കാരങ്ങളും ഒരുക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമായി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ.
നക്ഷത്ര വിളക്കുകളുടെയും ദീപാലങ്കാരങ്ങളുടെയും വയറിംഗ് പണികൾ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികളെ കൊണ്ട് മാത്രം ചെയ്യിക്കണമെന്നും നിർദ്ദേശം. 93ാമത് ശിവഗിരി തീർത്ഥാടനം ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരം ദൈവപ്പുരയിൽ അനധികൃത വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. മരിച്ചത് ദൈവപ്പുര സ്വദേശി വിൽസൺ. മലപ്പുറം മേലങ്ങാടി മണ്ണാരിൽ 13-കാരി മരിച്ച നിലയിൽ. കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് വീട്ടിൽ കുട്ടിയെ വഴക്കു പറഞ്ഞതിന് പിന്നാലെ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കൊണ്ടോട്ടി പോലീസ്. കോഴിക്കോട് നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് ഫൈനലിൽ മുഖ്യാതിഥിയായി ബോളിവുഡ് താരം സൽമാൻ ഖാൻ. ബൈക്ക് റേസ് ഫൈനൽ നടക്കുക EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. ആലുവ ദേശത്ത് കാറിന് തീപിടിച്ചു. ജോർജ് എന്നയാളുടെ കാറാണ് കത്തി നശിച്ചത്. ആളപായമില്ല. മലപ്പുറം വഴിക്കടവിൽ നിയന്ത്രണം വിട്ട ട്രാവലർ നിർത്തിയിട്ട ബസ്സിലിടിച്ച അപകടം. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. പ്രധാന അറിയിപ്പ്. തൂത വെട്ടത്തൂർ റോഡിൽ ടാറിംഗ് പ്രവൃത്തി ആരംഭിക്കുന്നതിനാൽ ഈ റോഡിലൂടെയുള്ള വാഹനഗതാഗതം പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചു. കരിങ്കൽ അത്താണി വെട്ടത്തൂർ ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നാട്ടുകൽ പുത്തൂർ അലനല്ലൂർ റോഡിലൂടെയും തൂത പെരിന്തൽമണ്ണ റോഡിലൂടെയും പോകണം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിനും മറ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിലും സഹായിക്കുന്ന NSS, NCC, SPC യൂണിറ്റുകൾ, ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സന്നദ്ധ സംഘടനകൾ, NGO, സാമൂഹ്യ പ്രവർത്തകർ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുന്ന സഹചാരി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളാണ് അവാർഡിന് പരിഗണിക്കുക. താൽപര്യമുള്ളവർ ഡിസംബർ 29-നകം അതത് യൂണിറ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ട് സ്ഥാപന മേധാവി ശുപാർശ ചെയ്ത് ഫോട്ടോ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 0483 273 5324. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് 24-ാം തീയതി കന്യാകുമാരി ജില്ലയ്ക്ക് കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പകരം 27-ന് പ്രവൃത്തി ദിനമായിരുന്നു. നെയ്യാറ്റിൻകര LBS സ്കിൽ സെന്റർ നെയ്യാറ്റിൻകര പരിശീലന കേന്ദ്രത്തിൽ PGDCA, DCA, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിൽഡിംഗ് ഡിസൈനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നെടുമങ്ങാട് മൂഴി ടിപ്പു കൾച്ചറൽ സൊസൈറ്റി ക്രിസ്മസ് നവവത്സരത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ സൗജന്യ കേക്ക് നിർമ്മാണ പരിശീലനം. വിവരങ്ങൾക്ക് 8921362802 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആറ്റിങ്ങൽ ഗവൺമെന്റ് ITIയിൽ റെഫ്രിജറേഷൻ ആൻഡ് AC ടെക്നീഷ്യൻ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 11-ന്. 2ാം വർഷ ഫാം ഡി PB 3ാം വർഷം BSc നഴ്സിംഗ് സപ്ലിമെന്ററി പരീക്ഷകൾ ജനുവരി 19-നും 4ാം വർഷ BSc മെഡിക്കൽ ബയോകെമിസ്ട്രി റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ ഫെബ്രുവരി 4-നും ആരംഭിക്കും. വളാഞ്ചേരി കാവുംപുറത്തുള്ള കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള ന്യൂനപക്ഷ പരിശീലന കേന്ദ്രത്തിൽ ജനുവരി 15-ന് തുടങ്ങുന്ന സൗജന്യ PSc പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ജനുവരി 10-നകം അപേക്ഷിക്കും. പരപ്പനങ്ങാടി ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ജനുവരി 4-ന് രാവിലെ 9 മണി മുതൽ ചിറമംഗലം AM-LP സ്കൂളിലാണ് ക്യാമ്പ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 80 രോഗികൾക്ക് പരിശോധന. വയനാട് കൽപ്പറ്റ ക്ലീൻ കേരള കമ്പനിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. അഭിമുഖം ജനുവരി 7-ന് രാവിലെ 10-ന്. തിരുവനന്തപുരം വഴുതക്കാട് പ്രവർത്തിക്കുന്ന ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് ഓഫീസിലാണ് അഭിമുഖം. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ 22 മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ. അതായത് ഇന്നു മുതൽ. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ദേശീയ വാർത്ത. അനധികൃത കുടിയേറ്റക്കാരുടെ വർധനവിനു പിന്നിൽ കോൺഗ്രസ് എന്ന ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഭരണകക്ഷിയുടെ ഒഴികഴിവ് മാത്രമാണെന്നും മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിയാത്തതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നുവെന്നും മറുപടി നൽകി മല്ലികാർജ്ജുൻ ഖർഗെ. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്ന് ആവർത്തിച്ച് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്നും അതിന് ഭരണഘടനാ അംഗീകാരം ആവശ്യമില്ലെന്നും മോഹൻ ഭാഗവത് കൊൽക്കത്തയിൽ പറഞ്ഞു. വൻകിട കമ്പനികൾ രൂപവൽക്കരിച്ച ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി നൽകിയ സംഭാവനയുടെ 82.45% BJPക്ക്. 3811 കോടി രൂപയിൽ 3143 കോടി രൂപയും BJPക്ക് കിട്ടിയപ്പോൾ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് ലഭിച്ചത് 299 കോടി രൂപ. മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. 288 തദ്ദേശ സ്ഥാപനങ്ങളിൽ 214ലും മഹായുതി സഖ്യം വിജയിച്ചു. മഹാവികാസ് അഘാഡി സഖ്യത്തിന് ജയിക്കാൻ കഴിഞ്ഞത് 52 സീറ്റുകളിൽ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിദേശത്തുനിന്ന് ആയുധം കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പ്രവർത്തകർക്ക് ആയുധ പരിശീലനം നൽകിയെന്നും ദേശീയ അന്വേഷണ ഏജൻസി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരായ കേസിൽ പ്രത്യേക ജഡ്ജി പ്രശാന്ത് ശർമ്മയുടെ ബെഞ്ചിൽ വാദമുന്നയിച്ചത് NIA പബ്ലിക് പ്രോസിക്യൂട്ടർ രാഹുൽ ത്യാഗി. BJPക്ക് മതേതരത്വം കൈപ്പേറിയ വാക്കാണെന്നും ഭരണഘടനയിൽ നിന്നും ആ വാക്ക് നീക്കം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. BJPയുടെ വിനാശകരമായ പദ്ധതികൾക്കെതിരെ DMK പോരാടുമെന്നും സ്റ്റാലിൻ തിരുനെൽവേലിയിൽ പറഞ്ഞു. കനത്ത മഞ്ഞിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ 110 വിമാനങ്ങൾ റദ്ദാക്കി. 370-ലധികം വിമാന സർവീസുകൾ വൈകി. ദക്ഷിണേന്ത്യയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വഴിയൊരുക്കിയത് സോണിയാഗാന്ധിയാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പ്രസ്താവനയിൽ പ്രതിഷേധവുമായി BJP. ആരവല്ലി കുന്നുകളുടെ സംരക്ഷണം കേന്ദ്രം ദുർബലപ്പെടുത്തിയെന്ന വാദം തള്ളി കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ദുർബലമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വരണ്ട കാലാവസ്ഥ. മഞ്ഞുവീഴ്ചയ്ക്കായി കാത്ത് സഞ്ചാരികളും നാട്ടുകാരും. ലാഹൌൾ സ്പിറ്റി ജില്ലയിലെ ആദിവാസി മേഖലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നേരിയ മഞ്ഞുവീഴ്ച ലഭിച്ചെങ്കിലും വരൾച്ച മറികടക്കാൻ പര്യാപ്തമല്ല എന്ന് റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ അലിഗഡിൽ ബീഫ് കടത്തിയെന്നാരോപിച്ച് ഇറച്ചിക്കട ഉടമയ്ക്ക് നേരെ ആക്രമണം. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നെന്ന് പ്രതിപക്ഷം. രാജ്യാന്തര വാർത്തകൾ നോക്കാം. യുവ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലെ തെക്കുകിഴക്കൻ തുറമുഖ നഗരമായ ചാറ്റോഗ്രാമിലെ വിസ അപേക്ഷകൾ നിർത്തിവെച്ച് ഇന്ത്യ. സെന്ററിലെ വിസ പ്രവർത്തനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉണ്ടാകില്ലെന്ന് അറിയിപ്പ്. വെനസ്വേലൻ തീരത്ത് 3 കപ്പലുകൾ തടഞ്ഞ അമേരിക്ക. ഈ വാരാന്ത്യത്തിൽ അമേരിക്ക നടത്തുന്ന 2ാമത്തെ ഓപ്പറേഷനാണിത്. വെനസ്വേലയിലേക്ക് പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന എല്ലാ നിരോധിത എണ്ണ ടാങ്കറുകളും ഉപരോധിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. കാലപ്പഴക്കം ചെന്ന ചാൾസ് ഡി ഗല്ലെ വിമാനവാഹിനി കപ്പലിന് പകരമായി ആധുനിക വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ ഫ്രാൻസ്. നടപടി സമുദ്രശക്തി വർദ്ധിപ്പിക്കുന്നതിനായി. അർജന്റീന മുൻ പ്രസിഡന്റ് ക്രിസ്റ്റിന ഫെർണാണ്ടസ് ഡി കിച്ച്നർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിക്കുന്നതായി റിപ്പോർട്ട്. അഴിമതി കേസിൽ വീട്ടുതടങ്കലിൽ കഴിയുമ്പോഴായിരുന്നു ശസ്ത്രക്രിയ. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനെ കൂക്കി വിളിച്ച് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ കൊല്ലപ്പെട്ടവരെ ആദരിക്കാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടം. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 15 പേർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. 2026-ൽ കുടിയേറ്റ നയങ്ങൾ കടുപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന US നഗരങ്ങളിലേക്ക് എമിഗ്രേഷൻ ഏജന്റുമാരെ വിന്യസിച്ചു. ജോലി സ്ഥലങ്ങളിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തുന്നത് തുടരും. H-1B വിസ നടപടികൾ കടുപ്പിച്ചതോടെ അമേരിക്കയിൽ അധ്യാപകരുടെ ക്ഷാമം വർദ്ധിക്കുന്നു. H-1B വിസ നിയമനങ്ങൾക്കുള്ള ഫീസ് വർദ്ധിപ്പിച്ചത് തിരിച്ചടിയായി. $1 ലക്ഷം ഫീസായി ചുമത്തുന്നു. ജോനാസ്ബർഗിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ടൗൺഷിപ്പിൽ പുലർച്ചെയുണ്ടായ വെടിവയ്പിൽ 9 പേർ കൊല്ലപ്പെട്ടു. 10 പേർക്ക് പരുക്കേറ്റു. പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിച്ചതായി ദക്ഷിണാഫ്രിക്കൻ പോലീസ്. സൗദി അറേബ്യയുടെ വ്യവസായ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ആഗോള ഇലക്ട്രിക് വാഹന ഭീമന്മാരായ ലൂസിഡ് മോട്ടോഴ്സ്. നിലവിലുള്ള അസംബ്ലിംഗ് യൂണിറ്റുകളിൽ നിന്ന് മാറി കാറുകൾ പൂർണ്ണമായും സൗദിയിൽ തന്നെ നിർമ്മിക്കാനുള്ള വൻ പദ്ധതി പ്രഖ്യാപിച്ചു.
നവി മുംബൈയിൽ എയർ ടാക്സിക്കുള്ള ഹബ്ബായ ഹെലിപോർട്ട് നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പ്. മുംബൈയിലെയും പുനെയിലെയും മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് നവി മുംബൈയിൽ ഒരു ഹെലിപോർട്ടും വെട്ടിപ്പോർട്ടും വികസിപ്പിക്കുക. ഹെലിപോർട്ട് നവി മുംബൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് അദാനി ഗ്രൂപ്പ് ഡയറക്ടർ ജീത് അദാനി. ഇന്ത്യയിലേക്കുള്ള അമേരിക്കയുടെ പ്രൊപ്പൈൻ കയറ്റുമതി റെക്കോർഡ് ഉയരത്തിൽ. ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം സന്തുലിതമാകുന്നതിന്റെ സൂചന എന്ന റിപ്പോർട്ട്. പലിശ തുല്യതാ പദ്ധതി പ്രധാനമായും MSME കയറ്റുമതിക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ തീരുമാനം. സബ്സിഡി നിരക്ക് 3% കൂടില്ലെന്നും കേന്ദ്ര സർക്കാർ. ജനുവരി 1 മുതൽ പാക്കേജ് കുടിവെള്ളത്തിനായി കർശനമായ പരിശോധനാ മാനദണ്ഡം വിജ്ഞാപനം ചെയ്ത് FSSAI. പാക്ക് ചെയ്ത മിനറൽ വാട്ടർ ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗത്തിൽ പുനഃക്രമീകരിക്കാനും തീരുമാനം. ഓഡിറ്റുകൾ നിർബന്ധമാക്കി. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ റീറ്റെയിൽ മേഖല $3.5 ബില്യൺ ആകർഷിക്കുമെന്ന് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി സ്ഥാപനം അനറോക്ക്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും ഉയർത്തുന്നതാണ് ഗുണകരമായത് എന്ന് അനറോക്ക്. റുപേ SIB പേ ടാഗ് അവതരിപ്പിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഡെബിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ വേഗത്തിൽ പണമടയ്ക്കാൻ സാധിക്കും. ബെഞ്ച് കാലാവധി കുറിച്ച് IT സേവന സ്ഥാപനങ്ങൾ. IT ബെഞ്ച് 10% കുറഞ്ഞു. ക്ലയന്റ് ഡിമാൻഡ് മാറുകയും AI ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ പുനർവിന്യാസം, പുനർനൈപുണ്യം എന്നിവയ്ക്ക് മുൻപുള്ള നിഷ്ക്രിയ സമയം 30-45 ദിവസമായി പരിമിതപ്പെടുത്തി. കായിക വാർത്തകൾ. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ 2020-ൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം. ശ്രീലങ്ക ഉയർത്തിയ 122 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 32 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നു. ജമീമ റോഡ്രിഗസ് കളിയിലെ താരം. ലാലിഗയിൽ വിയാറയലിനെ തകർത്ത് ബാഴ്സലോണ. ബാഴ്സയുടെ ജയം എതിരില്ലാത്ത 2 ഗോളിന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയോട് പരാജയം വഴങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. യുണൈറ്റഡിന്റെ തോൽവി 1-നെതിരെ 2 ഗോളിന്. ഇനി കലാ, സാംസ്കാരിക, സിനിമാ വാർത്തകൾ നോക്കാം. മോഹൻലാൽ നായകനാകുന്ന വൃഷഭ എന്ന ചിത്രത്തിലെ ഗാനം പുറത്ത്. കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ 2ാം ഗാനമാണ് റിലീസ് ചെയ്തത്. സാം CS സംഗീതമൊരുക്കിയ ഗാനത്തിന് വരികൾ എഴുതിയത് ശങ്കർ രാമകൃഷ്ണൻ. ആലാപനം കപിലൻ. ചിത്രം ഡിസംബർ 25-ന് തിയേറ്ററുകളിലെത്തും. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ഫാൻമെയ്ഡ് AI ട്രെയിലർ പുറത്ത്. ചിത്രത്തിൽ യാഷ് നായകനായും കിയാര അദ്വാനി നായികയായും എത്തും. ഫാക്ട് ചെക്ക്. ബോണ്ടി ബീച്ച് ആക്രമണവുമായി ബന്ധപ്പെട്ടവരെ തനിക്ക് പരിചയമുണ്ടെന്ന് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി പറയുന്നതായുള്ള ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് വ്യാജമാണ്. വാളയാറിൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ രാം നാരായൺ ബക്കേലിന്റെ കുടുംബവുമായി ഇന്ന് റവന്യൂ മന്ത്രി ചർച്ച നടത്തും. കുടുംബവും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായായിരിക്കും ചർച്ച. മന്ത്രി നേരിട്ട് ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേൽ ഇന്നലെ മോർച്ചറിക്ക് മുന്നിൽ നടത്തി വന്നിരുന്ന പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നു. നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോയ 130 വിദ്യാർത്ഥികളെ കൂടി മോചിപ്പിച്ചു. ബാക്കിയുള്ള 165 പേരെ കൂടി മോചിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരുന്നു. നവംബർ 21-ന് നൈജർ സംസ്ഥാനത്തെ പാപ്രിയിലുള്ള സെയിന്റ് മേരി സ്കൂളിൽ നിന്നാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം പുനരാരംഭിക്കാനൊരുങ്ങി ജപ്പാൻ. ഫുകുഷിമ ദുരന്തത്തിനു ശേഷം ആദ്യമായാണ് വലിയ രീതിയിലുള്ള ആണവ നിലയം ആരംഭിക്കാൻ ജപ്പാൻ തീരുമാനമെടുക്കും. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തുറന്ന ചർച്ചകളും ശാശ്വത പരിഹാരവും പ്രതീക്ഷിക്കുന്നതായി മലേഷ്യൻ പ്രധാനമന്ത്രി. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പരസ്പരം പഴിചാരി തായ്ലൻഡും കംബോഡിയയും. ശബരിമലയിൽ ഭക്തജനപ്രവാഹം തുടരുന്നു. പുലർച്ചെ മുതൽ വൻ ഭക്തജനത്തിരക്ക്. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 76,535 പേർ. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവർ 10,000 കടന്നു. ഇനിയിപ്പോൾ കിട്ടിയ മലപ്പുറം പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് ഓഫീസിനു നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ.
കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് കൊച്ചിയിൽ. മേയർ ആരായിരിക്കും എന്നത് ഉൾപ്പെടെ ചർച്ചയുണ്ടാകും. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് മേയർ സാധ്യത. VK മിനിമോളെയും പരിഗണിക്കുന്നതിന്റെ ഭാഗമായി ടേം വ്യവസ്ഥ കൊണ്ടുവരുന്നതും യോഗത്തിൽ ചർച്ചയാകും. എപ്സ്റ്റീൻ ഫയലുകളുടെ വെബ്സൈറ്റിൽ ട്രംപിന്റേത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പുനഃസ്ഥാപിച്ച് അമേരിക്കൻ നീതിന്യായ വകുപ്പ്. എപ്സ്റ്റീന്റെ കൂട്ടുപ്രതി ഗിസ്ലൻ മാക്സ്വെല്ലിന്റേത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് തിരികെ എത്തിയത്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.